GCC രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം തുടർന്ന് ഇറാൻ. സൗദി അറേബ്യ ലക്ഷ്യമിട്ടെത്തിയ മിസൈലുകളും ഡ്രോണുകളും പ്രതിരോധ സേന തകർത്തു. ഇറാൻ എംബസി ഉദ്യോഗസ്ഥരോട് 24 മണിക്കൂറിനകം രാജ്യം വിടാൻ സൗദി ഉത്തരവിട്ടു. ഇറാന്റെ നടപടികളെ അപലപിച്ച GCC സെക്രട്ടറി ജനറൽ രംഗത്തെത്തി. അതിനിടെ ഖത്തറിൽ സൈനിക ഹെലികോപ്റ്റർ തകർന്നു വീണ് 7 പേർ മരിച്ചതായി ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇറാന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ ആക്രമണത്തിനാണ് ഇന്ന് GCC രാജ്യങ്ങൾ സാക്ഷ്യം വഹിച്ചത്. UAE ലക്ഷ്യമിട്ടെത്തിയ 4 ബാലിസ്റ്റിക് മിസൈലുകളും 25 ഡ്രോണുകളും പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തകർത്തു. UAEയിൽ പരിക്കേറ്റവരുടെ എണ്ണം 160 ഉയർന്നു. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യ ലക്ഷ്യമിട്ടെത്തിയ 20 ഡ്രോണുകൾ പ്രതിരോധ വിഭാഗം വിജയകരമായി തകർത്തു. റിയാദ് നഗരത്തിന് നേരെ തൊടുത്ത 3 ബാലിസ്റ്റിക് മിസൈലുകളിൽ 1 ആകാശത്ത് വെച്ച് നശിപ്പിച്ചു. മറ്റു 2 മിസൈലുകൾ വിജനമായ പ്രദേശത്താണ് പതിച്ചത്. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിനിടെ ഖത്തറിൽ സൈനിക ഹെലികോപ്റ്റർ കടലിൽ തകർന്നു വീണു. പതിവ് ഡ്യൂട്ടിക്കിടെയുണ്ടായ സാങ്കേതിക തകരാറാണ് കാരണം. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 7 പേരും മരണപ്പെട്ടു. ഈ അപകടത്തിന് നിലവിലെ ഇറാൻ-ഇസ്രായേൽ സംഘർഷവുമായി ബന്ധമുള്ളതായി സൂചനകളില്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. അതേസമയം നയതന്ത്ര തലത്തിൽ കടുത്ത നടപടികളുമായി സൗദി രംഗത്തെത്തി. റിയാദിലെ ഇറാൻ എംബസിയിലെ മിലിറ്ററി അറ്റാഷെ ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥരോട് 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ സൗദി ആവശ്യപ്പെട്ടു. 2023 ബീജിംഗ് കരാറിന്റെ ലംഘനമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് സൗദി ആരോപിച്ചു. ഇതിനിടെ ഇറാൻ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളെ അപലപിച്ച് GCC സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദേവി രംഗത്തെത്തി. അടിസ്ഥാന സൗകര്യങ്ങൾക്കും എണ്ണ നിലയങ്ങൾക്കും നേരെയുള്ള ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. 24 ജിദ്ദ.